ഹലോ വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. ഇന്ന് നോക്കാൻ പോകുന്നത് ദ കിസ്സിങ് ഹാൻഡ്. 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ കിസ്സിങ് ഹാൻഡ് എന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമായിട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ചെസ്റ്റർ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ, വൈ? എന്തുകൊണ്ടാണ് ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാതിരുന്നത് അല്ലെങ്കിൽ താല്പര്യമില്ലാതിരുന്നത്? എന്താണ് ഉത്തരം? ചെസ്റ്റർ ഡസൻറ്റ് വാണ്ട് ടു ഗോ ടു സ്കൂൾ ബിക്കോസ് ഹി വാണ്ട്സ് ടു സ്റ്റേ ഇൻ ഹിസ് ഹോം വിത്ത് ഹിസ് മദർ, പ്ലേ വിത്ത് ഹിസ് ഓൺ ടോയ്സ് ആൻഡ് ഫ്രണ്ട്സ്, സ്വിങ് ഓൺ ഹിസ് സ്വിങ് ആൻഡ് റീഡ് ബുക്സ്. ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു കാരണം അവന് എന്തായിരുന്നു ആവശ്യം? അവൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മയുടെ കൂടെ നിൽക്കണമായിരുന്നു. പിന്നെയോ പ്ലേ വിത്ത് ഹിസ് ഓൺ ടോയ്സ്, അവൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കണമായിരുന്നു. ഫ്രണ്ട്സുമായി കളിക്കണമായിരുന്നു അല്ലേ? സ്വിങ് ഓൺ ഹി സ്വിങ്, അവൻ്റെ ഊഞ്ഞാലിൽ ഊഞ്ഞാലാടണമായിരുന്നു. ആൻഡ് റീഡ് ബുക്സ് എന്നാണ് പറഞ്ഞത്, അവന് പുസ്തകങ്ങൾ വായിക്കണമായിരുന്നു. ഇതായിരുന്നു ചെസ്റ്ററിന് സ്കൂളിൽ പോവാതിരിക്കാനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ചെസ്റ്ററിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ആൻസർ നോക്കൂ. ഇഫ് ഐ വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് ഐ വുഡ് ഗോ ടു സ്കൂൾ ഹാപ്പിലി വിത്ത് മൈ മദർ. ഇഫ് ഐ വേർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് ഐ വുഡ് ഗോ ടു സ്കൂൾ ഹാപ്പിലി വിത്ത് മൈ മദർ. ഞാനാണ് ചെസ്റ്ററിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾഡ് സീക്രറ്റ്. വാട്ട് മേ ബി ദ സീക്രറ്റ്? ചെസ്റ്ററിൻ്റെ അമ്മ ആ പഴയ രഹസ്യം പറഞ്ഞു. എന്തായിരിക്കാം ആ രഹസ്യം? ആൻസർ, ദ സീക്രട്ട് വാസ് ദ കിസ്സിങ് ഹാൻഡ്. രഹസ്യം എന്ന് പറയുന്നത് ഉമ്മ വയ്ക്കുന്ന കൈയാണ്. ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. അവളത് പഠിച്ചത് അവളുടെ അമ്മയിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് മിസ് റാക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? ചെസ്റ്ററിൻ്റെ ഭയമില്ലാതാക്കാൻ മിസ് റാക്കൂൺ എങ്ങനെ സഹായിച്ചു? ആൻസർ, മിസ് റാക്കൂൺ ഗേവ് ഹിം കോൺഫിഡൻസ് by kissing on his hand and said to press his hand to his cheek when he feels lonely and think mom loves him. അവൻ്റെ അമ്മ അവനെ ഉമ്മ വെച്ചുകൊണ്ട് അവനൊരു കോൺഫിഡൻസ് നൽകുകയും തനിച്ചാണെന്ന് തോന്നുന്ന സമയത്ത് ഉമ്മ വെച്ച കൈ അവൻ്റെ കവിളിൽ വയ്ക്കുവാൻ ആവശ്യപ്പെടുകയും അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ചെസ്റ്ററിൻ്റെ ഭയമില്ലാതാക്കാൻ മിസ് റാക്കൂൺ സഹായിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? അമ്മയെ ചുംബിച്ചപ്പോൾ ചെസ്റ്ററിന് എന്താണ് തോന്നിയത്? അല്ലേ? ചെസ്റ്റർ റാക്കൂൺ ഫെൽറ്റ് ലവ് ആൻഡ് ഹാപ്പിനെസ് വെൻ he kissed his mother. He was relieved and grateful that she shared the secret with him. The kiss made him feel safe and cozy. എന്താണ് അവന് അമ്മയെ ചുംബിച്ചപ്പോൾ എന്താണ് അവന് ആശ്വാസവും നന്ദിയും തോന്നി. ആ ഒരു സീക്രട്ട് അവനോട് പറഞ്ഞതിന് അല്ലേ, അതവന് വളരെ സേഫായി തോന്നി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ചെസ്റ്റർ റാക്കൂൺ ആൻഡ് മദർ റാക്കൂൺ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഡു യു ലൈക്ക് ദി മോസ്റ്റ്, വൈ? കഥയിലെ ഏത് ഭാഗമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ട്? ഇതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗം പറയാവുന്നതാണ് അല്ലേ. Chester's mother kissed in the middle of his palm. This is the scene which I like the most because my mother also kisses me when I go to school.
അല്ലേ? ചെസ്റ്ററിൻ്റെ അമ്മ അവൻ്റെ കൈത്തലത്തിൽ ഉമ്മ വെച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴും എൻ്റെ അമ്മ എന്നെ ഉമ്മ വയ്ക്കാറുണ്ട്.